മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, തെരഞ്ഞെടുപ്പ് സജീവമായി അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ആവേശവും ഒപ്പം തന്നെ പ്രതീക്ഷയൊക്കെ വളരെ വലുതായിരിക്കും. എന്നാലും നേരത്തെ ഉണ്ടായിരുന്നെന്ന് എന്ത് മാറ്റമാണ് ഇപ്പോൾ കാണുന്നത്? അല്ല, ഓരോ ദിവസം കഴിയുന്തോറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വലിയ പിന്തുണ വർദ്ധിക്കുകയാണ്. ഒരു 2004 ട്രെൻഡാണ് കാണുന്നത്. 2004 ഒരു ഇടത് തരംഗം 20 സീറ്റിലും ഉണ്ടായി. ഒറ്റ കാര്യം ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കുന്നത്, ഈ 2004 മിനിസ്റ്റർ എല്ലായ്പ്പോഴും പറയുന്നുണ്ട്, അത്രയും കോൺഫിഡൻസ് ആണ്? നല്ല കോൺഫിഡൻ്റ് ആണ്. ഞാനിപ്പോൾ ഈ കോഴിക്കോട് വടകര മണ്ഡലത്തിലെ ചുമതല എന്നുള്ള നിലയിൽ എല്ലായിടങ്ങളിലും പോവുകയും ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് പറയുന്നത്. അതോടൊപ്പം ഞാൻ മലപ്പുറത്തും അവിടെ ഒരു പരിപാടി പങ്കെടുക്കാൻ പോയി. മലപ്പുറം ഇന്ന് വരെ കാണാത്ത നിലയിലേക്കുള്ള ഒരു ജനപങ്കാളിത്തം. ഇവിടെ കോഴിക്കോടും വടകരയും വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭ്യമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. മറ്റ് മണ്ഡലങ്ങളിലും നമ്മുടെ ആളുകളുമായി സംസാരിക്കുമ്പോൾ വലിയ മുന്നേറ്റമാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഒരു വലിയ ട്രെൻഡ്, ഇടതുപക്ഷത്തെ വിശ്വസിക്കാൻ പറ്റൂ. BJP വിരുദ്ധ പോരാട്ടം കേരളത്തിൽ ശക്തമാണല്ലോ. BJP വിരുദ്ധ മനസ്സാണ് കേരളത്തിൻ്റേത്. അത് നേരത്തെ 2019 തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് UDF കോൺഗ്രസ്സിന് ഒറ്റക്കക്ഷിക്കുള്ള മത്സരം എന്നുള്ള തെറ്റായ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. എന്നാൽ ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നു, ഇടതുപക്ഷത്തെ വിശ്വസിക്കാൻ പറ്റൂ, കോൺഗ്രസ്സിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഈ ഒരൊറ്റ പോയിൻ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ നിലയിൽ ഇടതുപക്ഷ മുന്നേറ്റത്തിന് കാരണമായി മാറും. ഇന്നിപ്പോൾ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. ദൂരദർശനിലാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാവുന്നത്. മുഖ്യമന്ത്രി നേരത്തെ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിച്ചത്? അല്ല, ഈ ദൂരദർശനാണോ സംഘ് ദർശനാണോ എന്ന് സംശയം തോന്നുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ദൂരദർശൻ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. കേരള സ്റ്റോറി എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. കേരള സ്റ്റോറിയുടെ ട്രെയിലറിൻ്റെ സമയത്ത് തന്നെ സെൻസർ ബോർഡ് തന്നെ ഇടപെട്ടിരുന്നു. ഒരു പൊതുമേഖലാ സ്ഥാപനം ആ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ ആകെ മോശമാക്കുകയാണ്. ഇവിടെ ആകെ തീവ്രവാദമാണ്. കേരളം പുരോഗമന നവോത്ഥാന പോരാട്ടങ്ങളിലൂടെ ഇന്നത്തെ നിലയിൽ കേരളമായി മാറിയതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിൻ്റെ നേതാക്കന്മാരെയും മോശമാക്കുന്നു. മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ കരിവാരി തേക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. കേരളത്തെ ആകെ ഒരു കുഴപ്പം പിടിച്ച സ്ഥലം എന്ന് ചിത്രീകരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സിനിമ, അത് ഒരു പൊതുമേഖലാ സ്ഥാപനം, അത് ഇത്രയും വിവാദമായി നിരവധി പരാതികൾ വന്ന ഒരു കലാവിഷ്കാരത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനം പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പൊതുമേഖലാ സ്ഥാപനത്തിന് ചേർന്നതാണോ? അത് ഭരണഘടനാ വിരുദ്ധമല്ലേ? അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ പറയുന്നത് ദൂരദർശനല്ല, ദൂരദർശൻ സംഘ് ദർശനാണ്. അതിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശക്തമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരും. ഇതുകൊണ്ടൊന്നും കേരളത്തിൽ BJP രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിൽ BJP കൂടുതൽ ദയനീയ സ്ഥിതിയിലേക്ക് പോകാനേ ഇപ്പോൾ ഈ ദൂരദർശൻ്റെ ഈ നിലപാട് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പിന്നിൽ നിന്ന് നടത്തുന്ന ശ്രമങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. BJP കൂടുതൽ ദയനീയമായി കേരളത്തിൽ പുറകോട്ട് പോകും. എന്നാൽ ലോകത്താകെ കേരളത്തെ മോശമാക്കില്ലേ? ലോകത്താകെ കേരളത്തെ മോശമാക്കുന്നു. കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികൾ, ടൂറിസ്റ്റുകൾ, ആ ടൂറിസ്റ്റുകളൊന്നും വരുന്നതിന് മടിക്കുന്ന നിലയിലേക്കല്ലേ ഇത്തരം സിനിമകൾ പോവുക. അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനത്തിനെതിരെയുള്ള ഒരു നീക്കമാണ്. അതിന് ആ നിലയിൽ സംസ്ഥാനം ഒന്നാകെ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം. ഇപ്പോൾ CPM ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുക അല്ലെങ്കിൽ മറ്റ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ആലോചന? അതെ, ശക്തമായി പ്രതികരിക്കാൻ തീരുമാനിച്ചു. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വന്നു. മറ്റ് സംഘടനകളും യുവജന സംഘടനകളൊക്കെ ശക്തമായ പ്രതികരണം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇത് വലിയ വികാരമായിട്ട് വരും. ഇത് എല്ലാവരും ഒന്നിച്ചേക്കേണ്ട പ്രശ്നമാണ്. ഈ ഒന്ന് രണ്ട് കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ സമയമില്ലെന്ന് അറിയാം. എങ്കിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഞാൻ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ ഇടമാണ്. അവിടെ ലീഗിൻ്റെ പതാക ഉയർത്താൻ കഴിയാത്ത സാഹചര്യം, കോൺഗ്രസിൻ്റെ പതാക മാറ്റിവെക്കുന്നു. പക്ഷേ അതിന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി പ്ലക്കാർഡുകളാക്കി എന്നുള്ളതാണ്. ഇന്നലെ വടകരയിലും സമാനമായ കാഴ്ച കണ്ടു. നിങ്ങളെങ്ങനെയാണ് അതിന് മനസ്സിലാക്കുന്നത്? അല്ല, ഇതിലൊരു പ്രശ്നം, ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ പതാക ഒരു പരിപാടിയിൽ പുറത്ത് എടുക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ പതാക എടുക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. അതിന് പൂർണ്ണമായ അവകാശം അതാത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. എന്നാൽ വിദ്വേഷ പ്രചരണത്തിൻ്റെ ഭാഗമായി അതിന് കീഴ്പ്പെട്ട് നിലപാടുകൾ ആരെങ്കിലും സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചില പതാകകൾക്ക് അയിത്തം പ്രഖ്യാപിക്കും. അത് ചോദ്യം ചെയ്യാൻ, അതിനെ വിമർശിക്കാൻ ജനാധിപത്യത്തിൽ പൗരന് അവകാശമുണ്ട്. അപ്പോൾ ആ നിലയിൽ പരിശോധിച്ചാൽ 2019
കോൺഗ്രസിൻ്റെ പതാക മാത്രമാണ് രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അന്ന് ലീഗ് പതാക വരാത്തതിൽ വലിയ പ്രതിഷേധം വന്നു. ഇപ്പോൾ ലീഗിനെ മാത്രമായിട്ട് ഒഴിവാക്കുന്നത് പ്രശ്നമെന്നുള്ളത് കൊണ്ട് ആരുടെയും പതാക വേണ്ട. അതിന് പറഞ്ഞൊരു കാരണം ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് പ്രത്യേകിച്ച് പതാകേൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞത്. അപ്പോൾ മറ്റ് 19 സീറ്റിലും സ്ഥാനാർത്ഥികൾ മനസ്സ് പതിഞ്ഞില്ലേ? അതുകൊണ്ടാണ് അവിടെയൊക്കെ പതാക പിടിക്കുന്നത്. ഇപ്പോൾ വടകരയിലും കോഴിക്കോടും ലീഗിൻ്റെ പതാകയും വേണം, ലീഗിൻ്റെ വോട്ടും വേണം. എന്നാൽ വയനാട്ടിൽ ലീഗിൻ്റെ വോട്ട് വേണം, പതാക വേണ്ട. ഇതാണ് ഇതിലെ പ്രത്യേകത. ലീഗിൻ്റെ ഭരണഘടനയിൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, അഭിമാനകരമായ അസ്തിത്വം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭരണഘടനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് എന്നാണല്ലോ മുസ്ലിം ലീഗ് ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടം പോയിട്ട് സ്വന്തം ഭരണഘടന സംരക്ഷിക്കാൻ മുസ്ലിം ലീഗിന് പറ്റുന്നില്ല. ഇതാണോ അഭിമാനകരമായ അസ്തിത്വം എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരും. അത് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ പതാകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, AKG സെൻറ്റർ എന്ന് പറയണ്ട എന്ന്. കറക്റ്റ്. ഒരു പതാക ഒരു രാഷ്ട്രീയ പാർട്ടി കെട്ടണോ ഉപയോഗിക്കണോ കെട്ടണ്ടയോ ഉപയോഗിക്കേണ്ടയോ പരിപാടികളെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം, ഇവിടെ വിദ്വേഷ പ്രചരണത്തിൻ്റെ ഭാഗമായി വളരെ ബോധപൂർവം ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ ഉൾപ്പെടെ വരികയാണ്. അതിൻ്റെ ഭാഗമായി ചില ചിഹ്നങ്ങൾ, ചില നിറങ്ങൾ, ഇതിനൊക്കെ അലർജി പ്രഖ്യാപിക്കുക. SDPI പിന്തുണ കൊടുത്തു, പക്ഷേ ഏറ്റവും ഒടുവിൽ വേണ്ട. അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഭാഗമായി ഇത്തരം നിലപാടുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ ചർച്ച ചെയ്യപ്പെടും. അത് ഓരോ പൗരൻ്റെ അവകാശമാണ് ചർച്ച ചെയ്യുക. ഈ SDPI വോട്ടിനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ VD സതീശൻ ഉൾപ്പെടെ വേണ്ട എന്ന് പൂർണ്ണമായും പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും അത്തരം ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഞങ്ങൾ താലോലിക്കുന്നില്ല. അത് നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ. പരസ്യമായി കോൺഗ്രസും ലീഗും BJPയും സ്ഥാനാർത്ഥിയെ നിർത്തിയ സ്ഥലമാണല്ലോ വടകര. 1991 ബേപ്പൂരും ഒരുമിച്ച് അന്ന് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യമായിട്ടായിരുന്നു. 2 കോലീബിയായിരുന്നു. UDFും BJPയും വോട്ട് കൂട്ടിയാൽ അവർ ജയിക്കേണ്ടതാണ് കണക്ക്. പക്ഷേ ജനങ്ങൾ അവരെ പരാജയപ്പെടുത്തി. 1991 നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാജീവ് ഗാന്ധിയുടെ വധത്തിൻ്റെ ഭാഗമായി സഹതാപ തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പാണ്. 4 വർഷം കഴിഞ്ഞ് ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച നായനാർ സഖാവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണത്തുടർച്ച ഇല്ലാത്ത തെരഞ്ഞെടുപ്പ്. ആ ട്രെൻഡിൽ പോലും വടകരയിലും ബേപ്പൂരിലും കോലീബിയെ പരാജയപ്പെടുത്തി. ആ പാരമ്പര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നേരത്തെ ചർച്ച ചെയ്ത പോലെ ഒരു ഭാഗത്ത് BJPയെ താലോലിക്കുന്നു, നിലപാടെടുക്കുന്നില്ല പല വിഷയത്തിലും. കേന്ദ്ര സർക്കാർ നൽകുന്ന വെട്ടിക്കുറച്ച ഫണ്ടിനെതിരെ ഇവിടെ നിലപാടില്ല. ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്ക് വരുമ്പോൾ അതിന് സിന്ദാബാദ് വിളിക്കുകയാണ്. പൗരത്വ നിയമം കേരളത്തിലെ കോൺഗ്രസ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നിലപാടിനെ എതിർക്കുന്നു, എന്നാൽ തമിഴ്നാട്ടിലെ കോൺഗ്രസ് സ്റ്റാലിൻ്റെ നിലപാടിനെ അനുകൂലിക്കുന്നു. രണ്ടും ഒരേ നിലപാടാണ്, പക്ഷേ വ്യത്യസ്ത നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക്. സർക്കാരുകൾ രണ്ടും ഒരേ നിലപാടാണ് എടുത്തത്, പക്ഷേ വ്യത്യസ്ത നിലപാടുകൾ 2 സംസ്ഥാനത്തെയും കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നു. ഇത് പൊതുവേ കാണുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ പ്രശ്നങ്ങളെയൊക്കെ കാണും. ഇതേ സമയം തന്നെ ഈ SDPI വെൽഫെയർ പാർട്ടി വോട്ടുകൾ വേണ്ട എന്ന് പൂർണ്ണമായും പറയാൻ CPMന് സാധിക്കും. അതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ നേതൃത്വം കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഒറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം അങ്ങ് തന്നെ ചട്ടലംഘനം നടത്തിയെന്ന് പറഞ്ഞുള്ള വലിയ പരാതികളും ഒക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. കളക്ടർ നോട്ടീസ് നൽകിയെന്ന് പറഞ്ഞു. അങ്ങ് നോട്ടീസ് കിട്ടിയോ? അതിന് മറുപടി നൽകിയിട്ടുണ്ടോ? അല്ല, അതിലൊരു ചട്ടലംഘനവും ഇല്ല. ആ പ്രസംഗത്തിൻ്റെ വീഡിയോ ആർക്ക് വേണമെങ്കിലും കാണിച്ചു തരാം. ആർക്ക് വേണം. അത് സോഷ്യൽ മീഡിയക്ക് ഇതിനകം വന്നാണ്. നേരത്തെ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. ആ പ്രസംഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു പുതിയ പരിപാടിയല്ല. അത് ബോധപൂർവ്വം ചിലർ മറച്ചു വെക്കുക. ഇത് നേരത്തെ പ്രഖ്യാപിച്ചാണ്. അതിൻ്റെ ഭാഗമായി നിരവധി യോഗങ്ങൾ നടന്നതാണ്. അതിലൊരു ചട്ടലംഘനവും ഇല്ല. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ 15 വർഷം ഈ മണ്ഡലത്തിലൊരു വികസന പ്രവർത്തനവും പറയാനില്ലാത്തത് കൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തിയ വികസന പ്രവർത്തനം ഈ കോഴിക്കോട്ടുള്ളതൊക്കെ പറയുമ്പോൾ അതിൽ വിരളി കൊണ്ടിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇനിയും പറയും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും ഞങ്ങൾ പറയും. നോട്ടീസിന് മറുപടി നൽകിയിട്ടില്ല? ഇല്ല, അത് വരട്ടെ, വരുമ്പോൾ നോക്കാം. നിലവിൽ കിട്ടിയിട്ടില്ല, വരുമ്പോൾ നോക്കാം. അത് ഓക്കെ താങ്ക് യു. ഇപ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസാണ് റിപ്പോർട്ടറുമായി സംസാരിച്ചത്. കൃത്യമായി രാഷ്ട്രീയമായുള്ള വിഷയങ്ങളിൽ നിലപാട് CPMൻ്റെ നിലപാട് മന്ത്രി പറയുകയും കൂടി ചെയ്യുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കങ്ങേരിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.